ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്നത് ക്രൈസ്തവരാണോ? ഇന്ത്യയിലാകട്ടെ കേരളത്തിലാകട്ടെ മതപരിവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ മതപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് ക്രൈസ്തവരാണ്. മറ്റാരും ഇതൊന്നും ചെയ്യുന്നില്ലേ? ഈ അടുത്തിടയ്ക്ക് നമ്മുടെ വടയാർ സുനിലിന്റെ ചാനലിൽ VHPയുടെ വളരെ പ്രധാനപ്പെട്ട ഒരാള് വന്നിരുന്ന് പറയുന്നത് ഞാനിങ്ങനെ കേൾക്കുകയുണ്ടായി. ഇവർ പറഞ്ഞു വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ് പറയുന്നത്: മനപരിവർത്തനം മാത്രമല്ല, മതപരിവർത്തനം. മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നു, മനപരിവർത്തനത്തിലൂടെ ക്രിസ്തു വിശ്വാസിയാക്കി മാറ്റുന്നു. അങ്ങനെ 7% ഹൈന്ദവരെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. കേരളത്തില് മതപരിവർത്തനം വ്യാപകമായി നടക്കുന്നുണ്ട്. മതപരിവർത്തനവും മനപരിവർത്തനവും ഉണ്ട്. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജോഷ പ്രോജക്ട് കത്തോലിക്ക സഭയുടെ ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന വളരെ വലിയൊരു സംവിധാനമാണ് ജോഷ പ്രോജക്ട് എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളെ പറ്റിയും ശാസ്ത്രീയമായും കൃത്യമായും പഠനം നടത്തി തങ്ങൾക്ക് എങ്ങനെയൊക്കെ ആ വിഭാഗങ്ങളിൽ കടന്ന് കയറി മതപരിവർത്തനവും മനപരിവർത്തനവും നടത്താൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് താങ്കൾ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. വളരെ വലിയൊരു സംവിധാനമാണ് ഇത്. കേരളത്തിലെ ഓരോ ജാതികൾ എത്രയാണ് താങ്കൾക്കറിയാവോ? കേരളത്തിലെ ഹിന്ദുക്കൾക്ക് എത്ര ജാതിയുണ്ട്? എനിക്കറിയില്ല. 421 ജാതികളെ അവർ തിരിച്ചിട്ടുണ്ട്. 421 ജാതികൾ. അതിനകത്ത് നായർ സമുദായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് 23 ജാതികൾ ഉണ്ട് എന്നാണ്. നായന്മാർ 23 എന്ന് വെച്ചാൽ മാരാർ, ചക്കാര നായർ, വെളുത്തേടത്ത് നായർ എന്നൊക്കെ പറഞ്ഞ് 23 വിഭാഗങ്ങൾ നായന്മാരുണ്ട്. അത് മാത്രം പോരാ, ആ 23 വിഭാഗത്തിലും എത്ര ജനസംഖ്യ ഉണ്ട് എന്നുള്ളതുമാണ് ഡേറ്റ ഉണ്ട് അവരുടെ. നിസ്സാരമല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻസസ് നടത്തുന്ന വകുപ്പിന്റെ കയ്യിൽ ഇല്ലാത്തതിനേക്കാൾ ശാസ്ത്രീയമായ ഡേറ്റ അവരുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ എത്ര ഭീകരമായ നല്ല പണിയെടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ ഹിന്ദു ഭാഗത്തിലെ പ്രബലരായിട്ടുള്ള ഒരു 3 വിഭാഗങ്ങളെ നമ്മൾ നോക്കൂ: നായർ, ഈഴവ, പുലയ വിഭാഗം. ബാക്കിയൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞ 421 ഈ 3 നമ്മൾ എടുത്ത് നോക്കൂ. ഇവരുടെ കണക്കനുസരിച്ചുകൊണ്ട് കേരളത്തിലെ നായർ, ഈഴവ വിഭാഗങ്ങളിലെ 2% ആൾക്കാർ മതം മാറിയെന്നും 5% ആൾക്കാർ മനം മാറി എന്നുമാണ്. എന്ന് വെച്ചാൽ ക്രിസ്തു വിശ്വാസിയാകുക എന്ന് പറയുന്നതും ക്രിസ്ത്യാനിയായി മാറുക എന്ന് പറയുന്നത് രണ്ടാണ്. ക്രിസ്ത്യാനിയായി മാറുന്നതിനെയാണ് മതപരിവർത്തനം എന്ന് പറയുന്നത്. ക്രിസ്തു വിശ്വാസിയായി മാറുക എന്നുള്ളത് പറയുന്നതാണ് ഈ മനപരിവർത്തനം. അതിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ VHPക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ ഓരോ മനുഷ്യനും അവകാശമുണ്ട്. ഇവിടെ ക്രൈസ്തവര് നോർത്ത് ഇന്ത്യയിലും കേരളത്തിലൊക്കെ മതം മാറ്റുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ മനപരിവർത്തനത്തിലൂടെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ, വിദേശ രാജ്യങ്ങളിൽ ശ്രീ രവിശങ്കറിനെ പോലുള്ള ആളുകൾ, മാതാ അമൃതാനന്ദമയെ പോലുള്ള ആളുകൾ മതം മാറ്റുന്നില്ലേ? ഇവരുടെ ആശ്രമങ്ങളിൽ നമ്മൾ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് കാണുന്ന കാര്യമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫോറിനേഴ്സ് വന്നിരുന്ന് അവരുടെ ഭജന പാടുന്നു, ഇവരുടേതായ കാര്യങ്ങൾ, അവരുടെ ആരാധനകളിൽ പങ്കെടുക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഇവർ പരിവർത്തനം ചെയ്യാതെ എങ്ങനെ ഈ ആശ്രമത്തിൽ എത്തിപ്പെടും എന്ന് മാത്രമല്ല, ഇത്തരം ഓർഗനൈസേഷനിൽപ്പെട്ട ഹരേ കൃഷ്ണ മൂവ്മെന്റിനെ പോലുള്ള, ഇസ്കോണെ പോലുള്ള മൂവ്മെന്റ്സ് അമേരിക്കയിലൊക്കെ ഡൊണേഷൻ അവർ പറഞ്ഞ് സ്വീകരിക്കുന്ന വീഡിയോസ് വളരെ വ്യാപകമായി വൈറലായി